ബാലകൃഷ്ണൻ, ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം നോക്കുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ആവശ്യപ്പെടുന്നത് ചുരുങ്ങിയത് 2000 കോടിയെങ്കിലും നൽകണം എന്നാണ്. അതിനിപ്പോൾ റിയാസ് മിനിസ്റ്റർ അല്പസമയം മുമ്പ് പറഞ്ഞത് ഈ ബീഹാറിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും 11,500 കോടി രൂപയുടെ ധനസഹായം നൽകി. സമാനമായ രീതിയിൽ കേരളത്തിനും ഒരു പാക്കേജ് വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കനിയുമോ കേന്ദ്രം? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മാത്രമല്ല കേരളത്തെ ജനങ്ങൾ മുഴുവൻ തന്നെയും നാളെ പ്രധാനമന്ത്രി നടത്താനിരിക്കുന്ന വയനാട് സന്ദർശനത്തെ കാണുന്നത്. കാരണം വലിയ രീതിയിലുള്ളൊരു സഹായഹസ്തം കേന്ദ്രം വെച്ച് നീട്ടേണ്ട ഒരു സമയമാണിത്. അതിന് നിർബന്ധിക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ വയനാട്ടിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര സഹായത്തിനുള്ള മാനദണ്ഡങ്ങൾ ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ഈ രണ്ട് കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നത്. അവിടെ നമുക്കിപ്പോൾ നോക്കാമല്ലോ, ഏതാണ്ട് ഈ പറയുന്ന മേപ്പാടി, ചൂരൽമല, അതേപോലെ തന്നെ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ തന്നെ ഇല്ലാത്തത്ര വലിയൊരു പ്രകൃതി ദുരന്തത്തിനാണ് ഇക്കുറി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കേരളം. അപ്പോൾ അവിടെ ഏതാണ്ട് 400ഓളം മനുഷ്യ ജീവനുകൾ ഇല്ലാതായിട്ടുണ്ട്. ഇനിയും കണ്ടെത്താൻ എത്രയോ പേരിരിക്കുന്നു. അതുമാത്രവുമല്ലല്ലോ, 1000-ന് മേൽ വീടുകൾ അവിടെ നഷ്ടമായിട്ടുണ്ട്. അതുമാത്രവുമല്ല, വീടുകൾ മാത്രവുമല്ല, അവിടുത്തെ ഈ പറയുന്ന സർക്കാർ സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അംഗൻവാടികൾ, ഇങ്ങനെയൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും നഷ്ടമായിട്ടുണ്ട്, മനുഷ്യരെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ രണ്ട് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രകൃതി ദുരന്തം എന്ന നിലയ്ക്ക് തന്നെ കേന്ദ്രവും കേരളവും കണക്കാക്കേണ്ട ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്രത്തിനാണൊരു വലിയ സേ ഉള്ളത്. സിവിയറാണ് ഈ പറയുന്ന ദുരന്തം എന്ന കാര്യത്തിലൊരു നിലപാടിലേക്ക് കേന്ദ്രം എത്തിയാൽ ആ കേന്ദ്രത്തിന് ഒട്ടേറെ സഹായങ്ങൾ നിശ്ചയമായും ചെയ്യാൻ കഴിയും. നമുക്കറിയുന്നത് പോലെ ഏതാണ്ട് 30,000 കോടി രൂപയുടെ ബജറ്റാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കായിട്ട് ഈ നൽകിയിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നതിൽ 75% കേന്ദ്ര സർക്കാരാണ് നൽകിയിരിക്കുന്നത്. ആ സംസ്ഥാന ഫണ്ടിന് പുറമെ ഒരു ദേശീയ ദുരന്ത മാനേജ്മെൻറ്റ് ഫണ്ട് കൂടിയുണ്ട്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അതിലേതാണ്ട് ഒരു 14,000 കോടി രൂപയോളമുണ്ട്. അപ്പം പ്രധാനമന്ത്രിക്ക് തന്നെ തീരുമാനമെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ വളരെ കൈയച്ചൊരു സമീപനം പ്രധാനമന്ത്രി സ്വീകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് സ്റ്റേറ്റിനൊരു വലിയ റോളുള്ളത് ഈ സെക്ടർ വൈസായിട്ട് എന്തൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് കണ്ടെത്തി കൃത്യമായൊരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് സ്റ്റേറ്റ്. അങ്ങനെ സ്റ്റേറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മേളിലൊരു റിവ്യൂ കമ്മിറ്റി വെച്ച് ആ റിവ്യൂ കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങളിൽ ബാക്കിയുള്ള കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നത്. അടിയന്തരമായി ഇപ്പം നാളെ പ്രധാനമന്ത്രി വന്നൊരു സഹായം പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിൽ ചില സാങ്കേതിക കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പറയുന്ന സിവിയറിറ്റി ആ പ്രശ്നത്തിലുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയും. അതിൻ്റെ കണക്കുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വലിയ നഷ്ടങ്ങളും അതുപോലെ തന്നെ ജീവൻ്റെ നഷ്ടവും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാമല്ലോ, ഈ ബജറ്റിൽ 11,500 കോടി രൂപയാണ് ബീഹാറിന് കൊടുത്തത്, ബീഹാറിൻ്റെ ഫ്ലഡ് റിലീഫിന് കൊടുത്തത്. അപ്പോൾ അത്തരത്തിലുള്ള മുൻകൈകൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ട്. കേരളത്തോട് വളരെ അനുഭാവപൂർണ്ണമായൊരു സമീപനം കേന്ദ്രം നേരത്തെ തന്നെ എടുക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഈ കേന്ദ്രവും ഈ പറയുന്ന ഒരു റിസ്ക് എക്സ്പോഷർ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രകൃതി ഭീഷണികൾ, ദുരന്ത ഭീഷണികൾ നമ്മൾ നേരിടുന്നൊരു ജനതയാണ്. ഇപ്പോൾ 2015 മുതലുള്ള കണക്കെടുക്കുമ്പോൾ രാജ്യത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ 60% സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് തന്നെ 3 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് നടത്തിയിരിക്കുന്നത്. സംഭവിച്ചിരിക്കുന്നത് എത്ര അപകടകരമാണെന്ന് നോക്കൂ. ഇടുക്കിയിൽ തന്നെ മൂന്നാർ എന്ന് പറയുന്നൊരു പ്രദേശം, വയനാട്, അതുപോലെ തന്നെ പത്തനംതിട്ട. അപ്പോൾ രാജ്യത്തുണ്ടായിട്ടുള്ള ആകെ ഉരുൾപൊട്ടലുകളിൽ കഴിഞ്ഞ 9 വർഷത്തിൻ്റെ കണക്ക് പറയുന്നത് 60% കേരളത്തിലാണ് സംഭവിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് കേരളത്തെ എക്വിപ്പ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തെ ഇപ്പോൾ ഈ പറയാറുണ്ടല്ലോ, ഈ പറയുന്ന അതിതീവ്ര മഴയടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നേ, അങ്ങോട്ടേക്ക് ആളുകളെ പെട്ടെന്ന് തന്നെ മാറ്റിപ്പാർപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സൊസൈറ്റിയാണ് നമ്മൾ. ആ മുൻകരുതലുകൾക്ക് വേണ്ട ഫണ്ട് നൽകാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ, അത്തരം പ്രിപ്പയർഡ്നെസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഈ വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന് അങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ രീതിയിൽ കേന്ദ്രം സാമ്പത്തിക സഹായം കേരളത്തിന് നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് സംസ്ഥാനം എടുക്കേണ്ട ഏറ്റവും വലിയ മുൻകൈ എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളെ മുഴുവൻ സെക്ടർ വൈസായിട്ട് ആ ഡാമേജുകൾ മുഴുവൻ കണ്ടെത്തി അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് സമർപ്പിക്കാൻ കഴിയും. നമ്മൾ വളരെ ഫ്ലാറ്റായിട്ട് 2,000 കോടി ഇങ്ങോട്ട് വേണം, അല്ലെങ്കിൽ 2,000 കോടിയുടെ സഹായം വേണം എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ സംസ്ഥാനങ്ങൾ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനവും അവരുടെ പ്രതിനിധികളെ ഡൽഹിയിലേക്ക് അയക്കും. എന്നിട്ട് ഈ ഡൽഹിയിൽ പോയിട്ട് ഓരോ മന്ത്രാലയത്തിലും
സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകാവുന്ന ഫണ്ട് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചതിന് ശേഷം അത് ഈ IAS ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് പോകുന്നത്. ഒരു ടീമുണ്ടാവും, അവരവിടെ പോയി അവിടെ സ്റ്റേഷൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ സാധ്യതകൾ പഠിച്ചിട്ട് അതിനകത്തൊക്കെ ആന്ധ്രാപ്രദേശൊക്കെ നല്ല മാതൃകയാണ്. അവിടെ പോയി ഇത് പഠിച്ച് അതിന് അനുകൂലമായിട്ട് ഈ ഫണ്ട് കിട്ടാൻ പാകത്തിലുള്ള പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നതിനകത്തുള്ളൊരു വൈദഗ്ധ്യമുണ്ട്. ആ വൈദഗ്ധ്യം ഈ സംസ്ഥാനത്ത് നമ്മൾ കാണിച്ചിട്ടില്ല. നമുക്കിപ്പോഴും അടുത്ത കാലത്താണ് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞിട്ട് കേരള ഹൗസിലേക്ക് ഒരാളെ വിടുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളും താല്പര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ വളരെ റിസ്ക് പ്രോൺ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒട്ടേറെ മനുഷ്യർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരെ എന്താ പറയുക, അവരുടെ ഒരു അതിജീവനം, അവരെ നിലനിർത്തുക, അവരുടെ ജീവിത സാഹചര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ആത്യന്തികമായി സംസ്ഥാനത്തിനാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രിപ്പയർഡ്നെസ്സിലേക്ക് സംസ്ഥാനം പോകേണ്ടതുണ്ട്. ആ പ്രിപ്പയർഡ്നെസ്സിന് അനുകൂലമായ നിലപാട് കേന്ദ്രത്തിന് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം 11,500 രൂപയുടെ 500 കോടി രൂപയുടെ പദ്ധതി ബീഹാറിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നൽകുന്നത്. അത് തന്നെ ഉത്തരാഖണ്ഡിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഹിമാലയവുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേറ്റ്സിനും പ്രത്യേകമായ ഫണ്ടുണ്ട്, നോർത്ത് ഈസ്റ്റിന് പ്രത്യേകമായ ഫണ്ടുണ്ട്. നമ്മൾ ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതിലേക്ക് നമുക്ക് അവകാശപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനൊക്കെ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാളെ പ്രധാനമന്ത്രി ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായും ഈ കാര്യം ബോധ്യപ്പെടും. അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഒരു സ്റ്റേറ്റിൻ്റെ തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. പക്ഷേ നേരിൽ കാണുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, നിശ്ചയമായും ആ ഇഫക്റ്റ് കൂടി ഒരു വലിയ റോൾ വഹിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു സമീപനം സംസ്ഥാനത്തോട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം സംസ്ഥാനം അതിൻ്റെ കൃത്യനിർവഹണത്തിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ട ഒരു സാഹചര്യവും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേന്ദ്ര ഫണ്ട് സമയത്ത് ലഭ്യമാക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കാനും കഴിയൂ. Meet the editors.